ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ഇടുകയാണ്. അന്നത്തെ സ്പീഡ് റൺ പാർട്ട് 2 വീഡിയോ ആണ്. നമ്മൾ വീണ്ടും നേരത്തെ ആദ്യത്തെ എപ്പിസോഡ് ഉണ്ട് അവർക്കറിയാം. നേരത്തെ എത്തിയ സ്ഥലത്തേന് സാക്കുറ ഗാർഡനിൽ നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സ്പീഡ് റണ്ണിൻ്റെ പാർട്ട് 2 ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്കിപ്പോൾ പ്ലാങ്ക് ഞാൻ അത്യാവശ്യത്തിന് എടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ തിന്നാനുള്ളതൊക്കെ ഞാൻ അവിടെ വെച്ച് തിന്നിരിക്കും. നമുക്ക് ആ കഴിഞ്ഞ ഞാൻ വീഡിയോയിൽ കാണിച്ചൊരു വലിയ ഗെയിമില്ലേ, അതിൻ്റെ ഉള്ളിലില്ല ഡയമണ്ട് ഒഴിച്ച് ബാക്കി കോപ്പറൊക്കെ ഉണ്ടായിരുന്നു. കോപ്പർ ഞാൻ ചത്തപ്പോൾ പോയി, ഒഴുകിയാൻ കാണാൻ പോയി. ഞാൻ വീണ്ടും ചെന്ന് എടുത്തത് കോപ്പർ കിട്ടില്ല, ബാക്കി അയൺ മാത്രം കിട്ടിയുള്ളൂ. 13 അയൺ ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. ഒരെണ്ണം ഞാൻ ഷീൽഡ് ഉണ്ടാക്കാനെടുത്ത്. നമുക്ക് കുതിരേനൊക്കെ ഒന്നും കിട്ടൂല്ലേ. നമുക്കിപ്പോൾ അങ്ങാട് പോയി നോക്കാം. നമുക്ക് ആദ്യം ലാവ കണ്ടുപിടിക്കണമെങ്കിൽ നെതർ പോർട്ടൽ ഉണ്ടാക്കണം. നെതർ പോർട്ടൽ ഉണ്ടാക്കിയിട്ട് നെതറിലോട്ട് പോകണം. നെതറിലോട്ട് പോയിട്ട് നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊരു സാഡിൽ ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് പോകാൻ. സാഡിൽ ഉണ്ടാക്കാനായിട്ട് കുതിരേനെ കൊന്നു കഴിഞ്ഞാൽ സാഡിലുണ്ടാകാം. വില്ലേജ് നമുക്ക് സാഡിൽ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഏതൊരു വീഡിയോയിൽ പുതിയ വീഡിയോയിൽ സാഡിൽ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടിട്ടുണ്ട്. അയ്യോ, നമ്മുടെ അടുത്തുള്ള ക്രാഫ്റ്റിംഗ് ടേബിൾ കാണാണ്ടായിരിക്കില്ല. അപ്പം കണ്ടാലുണ്ടായിരുന്നു നന്നായി. സാഡിൽ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല എനിക്ക്. തൽക്കാലത്തേക്ക് വിശപ്പുണ്ടല്ല. രാത്രി ആകുമ്പോൾ മരപ്പട്ടികൾ ഓടി വരും. പട്ടിത്തിൻ്റെ അതിൻ്റെ ഒക്കെ ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. നല്ലൊരു അടിപൊളി ഒരു ഗെയിം കാണുന്നുണ്ട് ഇവിടെ. രാത്രി ഇവിടെയാണ് കുഴപ്പമില്ല. ഈ കേവ് എവിടെയോ പാതിയോളം ഗൈസ്. ഇവിടെ ഒത്തിരി ഉണ്ട്. ഞാൻ ഈ പിക്കാക്സ് പുതിയതായിട്ട് ഉണ്ടാക്കിയത്. പിന്നെ പറഞ്ഞ നേരത്തെ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പായിട്ടാണ് ഞാൻ ചത്തത്. അപ്പം എൻ്റെ അടുത്തുനിന്ന് പിക്കാക്സും കാണാണ്ടായിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇത്തിരി കോപ്പറും കിടപ്പുണ്ട്. നമുക്ക് ടൂൾസ് അപ്ഗ്രേഡ് ചെയ്യാം. ഞാൻ മറ്റേക്ക് അയൺ ഒരു പിക്കാക്സ് ഉണ്ടാകും. നമുക്ക് ഡയമണ്ട് ഇടിക്കഴിഞ്ഞാൽ കുഴിക്കാനായിട്ട്. രാത്രി ഇവിടെ എങ്ങനെയെങ്കിലും കഴിക്കണം, നിൽക്കണം. നമുക്ക് വുഡ് അത്യാവശ്യത്തിനുണ്ട്. നമുക്ക് വല്ലതും കുക്ക് ചെയ്യാനിടാം. ഇത് ഇവിടെ ഒരു വെട്ടം ഉണ്ടാവും. കോളുണ്ടാവും കയ്യിൽ കോളുണ്ടാക്കി ടോർച്ച് ഉണ്ടാക്കരുത്. ഇത്ര ഉള്ള ഗെയിം. ഇരുവട്ടൊക്കെ പൊക്കമായി താഴ്ച മാത്രമുള്ളൊന്നും ഇല്ല ഇവിടെ. തിന്നാൻ എന്തെങ്കിലുമൊക്കെ കിട്ടും. ഒരു ആപ്പിൾ അടപ്പുണ്ട് അതിൽ. ആപ്പിൾ എടുത്ത് നമുക്ക് ആപ്പിൾ തിന്നി. ഫെർണസ് എടുക്കട്ടെ. മറന്നോ ഇല്ലെങ്കിൽ നമുക്ക് പോവാം. അടുത്ത് പൊക്കോ. എവിടെയോ അയൺ ഞാൻ കണ്ടത്. ഇവിടെ തന്നെ അയൺ കിട്ടി. ഒരു സെറ്റ് ആർമറിനുള്ള അയണായിട്ടുണ്ട്. പിന്നെ ചത്താലാണ് പണി. ചത്ത കഴിഞ്ഞാൽ പിന്നെ ആർമറിന് നടക്കേണ്ടി വരും. അപ്പം നമ്മൾ എവിടെയെങ്കിലും ചാവാൻ തോന്നണമെങ്കിൽ അപ്പം തന്നെ അവിടെ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തേക്കണം. അതിന് നമുക്ക് ബെഡ് വേണമെങ്കിൽ ഷീപ്പിന് വേണമെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കും. നമുക്ക് നേരെ പോവാം. പാർട്ടായിട്ട് ഇറക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പം കുറച്ച് കാലത്തേക്ക് ഞാൻ നമ്മളെ വീട്ടിലായിരുന്നു നിന്നിരുന്നത് വെക്കേഷന്. അവിടെ നെറ്റുണ്ടായിരുന്നു. ഞങ്ങളിവിടെ ഒരു ഗ്രാമം പോലെയാണ്. ഇവിടെ നെറ്റ് ഭയങ്കര കുറവാണ്. അത് ഞാൻ ടൈം കുറച്ചിടുന്നത് മാക്സിമം. അതുകൊണ്ട് പാർട്ടായിട്ട് എനിക്കിതിൽ ഇറക്കാം. എൻ്റെ പ്ലേലിസ്റ്റിലാക്കി വെച്ചേക്കാം. നിങ്ങൾക്ക് അത് തപ്പി കിടക്കണം. നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ മതി. നമുക്ക് അതെ, ഇവിടെ ഒരാളിനെ കാണുന്നുണ്ട്. അതിനെ കിട്ടി. വാർഡ് നോക്കട്ടെ എത്ര വൂളുണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് നോക്കട്ടെ. ബെഡ് ഉണ്ടാക്കാൻ ആളണ്ട. ഒരു വൂളും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ബെഡ് ഉണ്ടാക്കാം. സ്കെൽറ്റൻ അല്ലേ, സോംബി സ്കെൽറ്റനൊക്കെ ഇറങ്ങി കിടക്കാൻ തുടങ്ങി. ഒരു പട്ടി ഇടാണെങ്കിൽ നമുക്ക് ഇത് സേഫ് ആയിരുന്നാല്. ഇവിടെ ആണെങ്കിൽ പട്ടിയൊന്നുമില്ല. സ്കെൽറ്റൻ അവിടെ ചന്തിക്കാൻ വിടുമെന്നാവോ. ഓടിക്കോ ഗൈസ്, ഓടിക്കോ കണ്ടം വഴി ഓടിക്കോ. ഓക്കെ
എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണണമെങ്കിൽ എല്ലാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 100 ആണ് ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ 100 സബ്സ്ക്രൈബേഴ്സ് ആവും. ഞാൻ നാളെ ഫ്രീ ഫയറിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോക്ക് നിങ്ങൾ അത്യാവശ്യം നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. വളരെ നന്ദി ഗൈസ്. ഇവിടെ ഒരു ഗെയിം കാണുന്നുണ്ടല്ലോ. ഗെയിം എവിടെയോ കണ്ട പോലെ. അയ്യോ, കരിമാടി കുട്ടന്മാരുടെ ഇടയിലാണ് കയറിച്ചത്. കൂടാ കരിമാടി കുട്ടന്മാർ. ഒരെണ്ണം വരുമ്പോൾ മറ്റവൻ കൂടാ. ഓരോരുത്തന്മാരെ കൊണ്ട് സഹിക്കാൻ വയ്യ. പോടാ പോടാ. അയ്യ ഷീൽഡ് ഉണ്ടായിട്ട് ഞാൻ എന്തിനാ വെറുതെ പൊട്ടൻ ക്രീപ്പർ മാമ. കൊച്ചുപിള്ള സൊമ്പിയില്ലല്ലോ ഇവിടെ. കൊച്ചുപിള്ള സൊമ്പി ഉണ്ടെങ്കിൽ ഓടിക്കോ. അവരെ നമുക്ക് ഷീൽഡ് വെച്ചൊന്നും തടയാൻ പറ്റുമെന്ന് തോന്നുന്നു. ചെക്കൻ കറങ്ങി അടിക്കും. അതൊക്കെ ബെഡ് റോക്ക് എഡിഷനിലെ സ്കെലിട്ടൻ കറങ്ങി അമ്പയിക്കും. കറങ്ങി ആരോഗ്യം നമ്മളെ മേത്തോട്ട്. ഡേർട്ട് നമുക്ക് ഇവിടെ നിർത്തിട്ട് മേലോട്ട് പോകണം. ഡേർട്ട് പെട്ടെന്ന് എടുക്ക്. ഡേർട്ട് ഇൻവെൻട്രി കിടപ്പുണ്ട്. പെട്ടെന്ന് ചെയ്യണം. നമ്മൾ സ്പീഡ് റണ്ണാണെന്നും പറഞ്ഞുകൊണ്ട്. അയ്യോ, എത്ര മണിക്കൂർ സ്പീഡ് റണ്ണാണ്. ഓടിക്കോ. ഓടറേ. ഫാൻ്റെ തിരൊന്നും കാണാറില്ല ഇപ്പം. ഫാൻ്റെ ഒക്കെ ഉണ്ടോ ശരിക്കും ഇതിനകത്ത്? ഫാൻറ്റത്തിൻ്റെ എഗ്ഗൊക്കെ കിടപ്പുണ്ട്. സർവൈവലിൽ നിന്ന് നമ്മളെ മോചാങ്ങൾ അത് കളഞ്ഞു തോന്നുന്നു. പോയില്ലല്ലേ. ഓടിക്കോ. എവിടെ വിശപ്പ് തുടങ്ങി. അമ്മേ, ചെന്തടാ കേവ അല്ലെങ്കിൽ വേറെ വല്ലതോ ഇത് കണ്ടിട്ട്. എൻ്റെ അമ്മേ, തുള്ളിലോക്കിട്ടൊക്കെ വീണേ. നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി എല്ലാം കിട്ടാതിരിക്കൂല. ലാഭം എന്തായാലും കിട്ടും. എങ്ങനെയെങ്കിലും രാവിലെ. അയ്യോ, സോംബി എൻ്റർമാൻ ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. പട്ടി. ഹായ്. വയററില് ഞാൻ കരുതി അവന്മാരടിക്കൂലെന്ന്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? നമ്മളെ തീർത്ത്. അയ്യാ, എവിടെ പോയാലും പണിയാണല്ലോ. ഞാൻ ബാക്കി ടൂൾസൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ബാക്കി കാണിക്കാം. രാവിലെ 6:30 നമുക്ക് യാത്ര തിരിക്കുകയുള്ളൂ. അയ്യോ, തുടക്കം തന്നെ ശകുനമുള്ള. ഓടിക്കോ. ഓട പശുമ്പ. അമ്മിണിക്കുട്ടീനെ കൊല്ലാണ് എനിക്ക് ജീവിതമില്ല. അതെ, അമ്മിണിക്കുട്ടിയുടെ ശാപമാണ് തലയടിച്ച് വിടാൻ കാരണം. പട്ടി അമ്മിണിക്കുട്ടി. ഇവിടെ ഇത്തിരി സാമാനങ്ങളുണ്ടല്ലോ ഇവിടെ. ഒടച്ച ഇതെടുക്കണേ. ഇവിടെ തെക്കോട്ട് നോക്കി ഇതെടുക്കണേ. കോൾ ആവശ്യം വരും. ഇവിടുന്ന് സ്റ്റോൺ ബെഞ്ചിലിട്ട് നമുക്ക് അപ്പുറത്തോട്ട് പോവാം. പതിയെ ഇറങ്ങണം നിലത്തോട്ട്. സ്റ്റോൺ വെച്ചിട്ട് സ്റ്റോൺ കയ്യിലുണ്ട്. ആൾക്കാരുണ്ടേ. കൈ ഇരുന്നേ മക്കളെ, ഇരുന്നേ. ഇനി റേഞ്ച് ആയിട്ടില്ല. അടുത്തോട്ട് തുടങ്ങി. സാഹസികത. ഓക്കെ. കുഴപ്പമില്ല, നമ്മുടെ ഇവിടെ തന്നെയാണ് സംഭവം. എണീക്കട. ഇവിടെ കണ്ടോണെന്ന് തോന്നുന്നു. ഇവിടെ നീങ്ങാടെ ഇറങ്ങിയിട്ട് അങ്ങാടങ്ങാട് പോകുമ്പോഴാണ് സ്ഥലം.
എന്ത് കഷ്ടമെന്ന് നോക്കണം. ഇപ്പം തന്നെ ടൈമായി സ്റ്റോപ്പ് ചെയ്യാനുള്ളത്. ചാവല് മാത്രമല്ല ഈ വീഡിയോയിൽ. അയ്യോ ഇപ്പം പോയാൽ എവിടെ വെച്ചാണ് സമയത്ത് പൊട്ടാനായിരുന്നു ഞാൻ. പാട്ട് പാടാനറിയ. അയ്യോ അയ്യോ പന്നികള് അമ്മമാരെക്കൊണ്ട് ഇവിടെ 2-3 ഡേട്ട് എടുത്തുകൊണ്ടങ്ങ് പോവാ. ഇവിടെ 2-3 ഡേട്ട് ഇവിടെ ക്രീപ്പർ പൊട്ടിയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത്. വീഡിയോ രണ്ടാമതാണ് ഞാൻ റെക്കോർഡ് ചെയ്യാൻ നോക്കിയത്. അപ്പോൾ ഒന്ന് പൊട്ടിയ ക്രീപ്പറായിരുന്നു. പാവം ചത്തുപോയി. ഞാൻ ആരോ ഏട്ടാ ഓടിക്കോ. നമ്മളിങ്ങനെ ഓടി 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 ഓടി. അയ്യോ കേവിൻ്റെ മുമ്പിലെത്തണം. എനിക്കണ പറട്ട കേവ് നിന്നെ അടിച്ച് തള്ളിക്കോളാൻ പറ്റി. ചേക്കൻ ദ്രീവര കണ കറക്റ്റായിട്ടെത്തില്ലേ. തള്ളിയിട്ട് കൊല്ലാൻ നോക്കുന്നോടാ പട്ടി. വീഴല്ലേ മോനെ. നല്ല സുഖമാണല്ലേ. ചൂടാ പാമ്പുരിയൊക്കെ ഉണ്ടായവൻ. എങ്ങനെ ഇരിക്കണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പേയാണ്. ഇതിനകത്ത് ഫുൾ ഡെത്തായത്. എന്ത് ചെയ്യാൻ ഞാൻ ഒരു കഴിയില്ലാത്തവനായി പോയി. ശരി എന്നാ ബൈ.